നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ വരുന്നത്. കീം 2024 ട്രയൽ അലോട്ട്മെൻറ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു ഓഗസ്റ്റ് 4 പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചിട്ട് തന്നെ ആർക്കിടെക്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് നാറ്റയുടെ സ്കോർ എൻ്റർ ചെയ്യാനുള്ള ഡേറ്റും കുറച്ച് നാൾക്ക് മുമ്പ് 2 ദിവസം മുമ്പ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. അതും ഇന്ന് അവസാനിക്കുകയാണ്. ഓഗസ്റ്റ് 4 രാത്രി 11:59 കൂടി അതും അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഏതൊരു കോളേജിലായിരിക്കും കിട്ടാനുള്ള ചാൻസ് എന്ന്. അതനുസരിച്ചിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ട്. അതായത് പിറ്റേ ദിവസം ഓഗസ്റ്റ് 5 രാവിലെ 11 മണി വരെ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ 11 മണി കഴിഞ്ഞാൽ, നാളെ ഓഗസ്റ്റ് 5 11 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അലോട്ട്മെൻറ്റ് കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഏതൊരു കോളേജ് കിട്ടുമെന്നൊക്കെ കൺഫേം ചെയ്ത് ഏകദേശം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി അതിനെല്ലാം ശേഷം 5 11 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അതിനുശേഷം ഓഗസ്റ്റ് 7 ആയിരിക്കും ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് CE പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റിന് ശേഷം പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 8 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വരുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സീറ്റിൽ തുടർന്ന് പഠിക്കാനായിട്ട് പറ്റും. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങളൊരു ഹയർ പ്രയോറിറ്റി, അത് ഫസ്റ്റ് നിങ്ങൾ CET കോളേജ് കൊടുത്തു, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് CET കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ ഒരു സീറ്റിൽ അഡ്മിഷൻ എടുക്കാനായിരിക്കും നോക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. ഇനി സപ്പോസ് കിട്ടിയില്ല എന്ന് തന്നെ വെക്കുക, എങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല. തുടർന്നും ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നങ്ങനെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നീണ്ടു കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് ഈ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പങ്കെടുക്കാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയ ഓപ്ഷൻ കിട്ടിയ കോളേജ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടച്ച് അവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവരാണ് നിങ്ങളെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഒരു ഫീസ് പറഞ്ഞിരിക്കും. ആ ഒരു ഫീസ് ഓൺലൈനായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ പേ ചെയ്തിരിക്കണം. ആ ഒരു പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. 8 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ 12 ഓഗസ്റ്റ് 12 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഫീസ് ഓൺലൈനായിട്ട് പേ ചെയ്യണം. അങ്ങനെ നിങ്ങൾ പേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന അലോട്ട്മെൻറ്റ് നഷ്ടമാവും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നഷ്ടമാവും. അതോടൊപ്പം തന്നെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻസ് എല്ലാം തന്നെ അവിടുന്ന് ഡിസേബിൾ ആവുന്നതായിരിക്കും. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫീസ് അടയ്ക്കേണ്ട കാര്യം ഓർത്ത് വെക്കുക. 12 മുമ്പ് തന്നെ അടയ്ക്കേണ്ടതായിട്ടും വരും. സോ ഇത്രയൊക്കെ ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.